ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ BJPയുടെ സ്വപ്നങ്ങൾ തകർന്നു പോയിരുന്നു. എന്നാൽ 4 മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മഹാതരംഗമാണ് മഹായുതി നേടിയത്. എന്താണ് ഇതിൻ്റെ പിന്നിലെ മാജിക്? ഭയങ്കരമായ ഒരു സ്വീപ്പിംഗ് ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ പറയുന്ന വിജയമാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ തോന്നിയത് മോദി അവിടെ ഉയർത്തിയ മുദ്രാവാക്യം ഉണ്ടല്ലോ, ഏക് ഹേ തോ സേഫ് ഹേ എന്ന് പറഞ്ഞില്ലേ, ഒന്നിച്ചു നിന്നാൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന് ഹിന്ദുക്കളോട് പറഞ്ഞത്. അത് ശരിവെക്കുന്ന വിജയമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ളത്. ഹിന്ദുക്കളെല്ലാവരും കൂടി ഒന്നിച്ചു. OBC, SC, ST ഇത് മുഴുവൻ ഒന്നിച്ചു എന്ന് വെറുതെ നമുക്കിങ്ങനെ തോന്നുന്നത് മാത്രമല്ല, കണക്കുണ്ടതിന്. കണക്കെന്താണെന്ന് വെച്ചാൽ മറ്റേ 11% വോട്ട് കോൺഗ്രസ് സഖ്യത്തിന് കുറഞ്ഞു. 11 ഇത്തവണ ആ 11 BJP സഖ്യത്തിന് കിട്ടി. മറ്റേ ലോക്സഭയിൽ നിന്ന് പോയില്ലേ, ചോർന്നു പോയത്, അത് മുഴുവൻ വന്നു. ഈ മറാത്ത 68% വോട്ടുള്ളത് 61% വന്നു BJPയിലേക്ക് ജനസംഖ്യയിൽ. ദലിത് 19%-ൻ്റെ 10% BJP സഖ്യത്തിലേക്ക് വന്നു വോട്ട്. ഇനി BJP ആണെങ്കിൽ വലിയ തോതിൽ BJP ഒറ്റയ്ക്ക് അവിടെ ഭൂരിപക്ഷം ഇതുവരെ നേടിയിട്ടില്ലല്ലോ, അതിലേക്കൊക്കെ അടുക്കുന്ന വിധത്തിലാണ് ഇത്തവണത്തെ പ്രകടനം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷിൻഡേക്ക് ബാർഗെയിനിങ് പവറില്ല അതിൻ്റെ അകത്ത്, അജിത് പവാറിനും ബാർഗെയിനിങ് പവർ ഇല്ലാത്ത വിധത്തിൽ വലിയ വോട്ട് വലിയ സീറ്റ് വിജയത്തിലേക്ക് BJP വന്നിരിക്കുന്നു. അവിടെ മറ്റേ ശിവസേനയ്ക്ക് 13% വോട്ട്, 25% BJPക്ക് വോട്ട് ശതമാനം. പിന്നെ താക്കറയുടെ അവർക്ക് 11% ആണ് കിട്ടിയിരിക്കുന്നത് ആകെ. NCP 11%, അജിത് പവാർ. പവാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് സീറ്റുകളും. NCP ശരത് പവാർ 12%. അതായത് കിങ് മേക്കർ എന്നൊക്കെ പറഞ്ഞിരുന്ന പവാർ വളരെ പവാറിന്റെ കാലം കഴിഞ്ഞു. മാത്രമല്ല സുപ്രിയ സുളെ നമ്മൾ മറ്റേ 6600 കോടിയുടെ ബിറ്റ്കോയിൻ കുംഭകോണം പ്രേക്ഷകർ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ. അത് CBI ഏറ്റെടുക്കുകയാണ്. വേണമെങ്കിൽ അസ്തമയത്തിലേക്ക് ഈ പാർട്ടിയുടെ തന്നെ പോകാവുന്ന വിധത്തിലുള്ള ഒരു കേസാണത്. കാരണം സുപ്രിയ സുളെയും നാനാ പട്ടോളയും PCC പ്രസിഡന്റ് ആണ് അതിൽ പ്രധാനപ്പെട്ട പ്രതികള സ്ഥാനത്ത് വരുന്നത്. ഈ NCPക്ക് 33 സീറ്റോ മറ്റോ ആണ് കിട്ടാൻ പോകുന്നത്. ഈ അവസാനമൊക്കെ നോക്കും 37 ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 35 മറ്റോ ഒക്കെ വന്ന് നിൽക്കുമായിരിക്കും. ശിവസേന 48 ഇതിലേക്ക് വന്ന് നിൽക്കും. അപ്പോൾ ഈ 288 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ എന്തായാലും 200 സീറ്റുകൾക്ക് അപ്പുറം പോയി കഴിഞ്ഞല്ലോ ഈ BJP. ഏതാണ്ട് 125 മറ്റോ സീറ്റ് BJPക്കും അതിൻ്റെ അകത്ത് ഉറപ്പാണ്. അപ്പോൾ വലിയ വിജയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അത് അതിൻ്റെ അകത്ത് നമ്മൾ പല ഘടകങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന മറ്റേ 1500 രൂപ മാസം കൊടുക്കുന്ന 45,000 കോടി രൂപ അതിന് നീക്കി വെക്കണം. അത് ചെയ്തിരുന്നു. അതിനി കൂട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അങ്ങനത്തെ സംഗതികളൊക്കെ ആണെങ്കിലും ചില സ്കീമുകൾ കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വിജയം ഉണ്ടാകുന്നില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ബലാബലം ഒപ്പത്തിനൊപ്പം ചെറിയ മുൻതൂക്കം എന്നൊക്കെയാണ്. തൂക്ക് മന്ത്രിസഭ എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പറഞ്ഞവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് മാത്രമല്ല, അതായത് ഒരുപാട് തിരുത്തൽ കാര്യങ്ങൾ BJP ചെയ്തിട്ടുണ്ട്. അത് ഉത്തർപ്രദേശിലും ചെയ്തു. ഇതിൻ്റെ കൂടെ ആളുകൾ ശ്രദ്ധിക്കാതിരുന്ന 10 ഉപതെരഞ്ഞെടുപ്പുകൾ ഉത്തർപ്രദേശിൽ നടന്നിട്ടുണ്ട്. അതിൽ 2 മറ്റോ ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ SP-ക്ക് കിട്ടിയിട്ടുള്ളൂ UP-യിൽ. അപ്പോൾ UP-യിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് ഇനി 1 കൊല്ലം കഴിയുമ്പോൾ. UP-യും തിരിച്ചു പിടിച്ചിരിക്കുന്നു. ആ UP തിരിച്ചു പിടിക്കാനായിട്ട് എന്തൊക്കെ BJP ചെയ്തോ അതൊക്കെ മഹാരാഷ്ട്രയിലും ചെയ്തു.
ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. അതാണ് ഒന്നിച്ചു നിന്നാൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന് പറയുന്ന മുദ്രാവാക്യം. മോദി ഒരുപാടൊന്നും അവിടെ പ്രചാരണം നടത്തിയില്ല. അടുത്ത കാലത്ത് മോദിയും ഷായും എല്ലാം കൂടി തന്ത്രത്തിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. മോദി ഒരുപാട് പഴയ പോലെ പ്രചാരണങ്ങൾ നടത്തേണ്ടതില്ല എന്ന് ഇവിടെയൊക്കെ തീരുമാനിച്ച പോലെയാണ്. കാരണം കൂടുതലും യോഗി ആദിത്യനാഥാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ യോഗി ശരിക്കും യോഗിക്കെതിരെ അവിടെ BJP-യിൽ ഈ കേശവ് പ്രസാദ് മൗര്യ എന്ന് പറഞ്ഞ് 2 ഉപമുഖ്യമന്ത്രിമാരുള്ളവരൊക്കെ നീങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഇപ്പം സൈലൻ്റാണ്. അവരെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത്തരം പിണക്കങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക മാത്രമല്ല, യോഗിയെ മാറ്റിക്കളയാം തോൽപ്പിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ പരിപാടി നടക്കില്ല, യോഗിയെ മാറ്റുന്ന പ്രശ്നമില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു. അതെ. അപ്പോൾ അങ്ങനെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കാലത്ത് ഭരണഘടന അപകടത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരാരവം, പിന്നെ അഗ്നിവീർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ആരവം. അത് ഈ സോറോസിൻ്റെ നേതൃത്വത്തിലുള്ള ഡീപ് സ്റ്റേറ്റ് ഒരുപാട് മുദ്രാവാക്യങ്ങൾ കൊണ്ട് വന്നത്. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അത് തരും ഇത് തരും എന്ന് പറഞ്ഞിട്ട് DCCയുടെ മുമ്പിലൊക്കെ UP-യിൽ ക്യൂ നിൽക്കാൻ തുടങ്ങിയല്ലോ ആളുകൾ. ഇപ്പോൾ അഗ്നിവീർ പ്രശ്നങ്ങളോ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു, ആർക്കും പരാതിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലൊന്നും കോൺഗ്രസിന് പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ച് ഈ വഖഫ് ബില്ല് പോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അപകടം നമുക്ക് നേരെയാണ് വരുന്നത് എന്ന് ഹിന്ദുക്കൾക്ക് തിരിച്ചറിഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഉത്തർപ്രദേശിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും മഹാരാഷ്ട്രയിലും ആ തിരിച്ചറിവിൻ്റെ കൂടി വിജയമായിട്ടാണ് ഇത് വരുന്നത്. അല്ലാതെ ഒരു സ്കീം കൊണ്ട് മാത്രം നമ്മൾ ജയിച്ചു എന്ന് പറയുന്നതിൻ്റെ അകത്ത് കാര്യമില്ല. കാരണം ഈ മറാത്ത പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞ കൊല്ലം ഉയർന്നു വന്നിരുന്നു. ആ മറാത്ത പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അവരെ അകറ്റിക്കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിരുന്ന പ്രക്ഷോഭമാണ് കഴിഞ്ഞ കൊല്ലം ജനുവരിയിലൊക്കെ തുടങ്ങിയത്. അതൊന്നും ഒട്ടും ക്ലച്ച് പിടിച്ചിട്ടില്ല. പിന്നെ മേഖലകളായിട്ട് തിരിച്ചു നോക്കിയാൽ വിദർഭ കാർഷിക മേഖല, വിദർഭയിലൊക്കെ വലിയ ഭൂരിപക്ഷമാണ് BJPക്ക് വന്നിരിക്കുന്നത്. അതുപോലെ പടിഞ്ഞാറൻ മഹാരാഷ്ട്ര അവിടെയും വലിയ വിജയമാണ്. അതായത് ആ മേഖല പിടിക്കുന്നവർ മഹാരാഷ്ട്ര ഭരിക്കുന്ന വിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വിദർഭയിൽ വൻ ലീഡ് കിട്ടുന്നവർ, അപ്പോൾ അത് വളരെ വ്യക്തമായിരുന്നു. ഈ മേഖല തിരിച്ച് നമ്മളും മറാത്ത വിദർഭ ഇങ്ങനെ നോക്കിയാലൊക്കെ പടിഞ്ഞാറൻ മഹാരാഷ്ട്ര ചാനലിലൊക്കെ ഈ മാപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. മൊത്തം കാവ്യാണ്, മഹാഭൂരിപക്ഷം സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളിൽ ഒന്നും നമുക്ക് വേർതിരിച്ചെടുക്കാനില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ശതമാനത്തിൻ്റെ കണക്കിലും അങ്ങനെ വന്നല്ലോ. വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BJP എല്ലായിടത്തും കർണാടകയിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ഒക്കെ 30% വോട്ട് തന്നെത്താനെ നേടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് അതിനോട് അടുത്ത് മഹാരാഷ്ട്രയിലും ഇത്തവണ വന്നിരിക്കുന്നു. അപ്പം മഹാരാഷ്ട്ര കുറച്ച് കഴിയുമ്പോൾ പിന്നെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഉദ്ധവ് താക്കറെ ശിവസേനയുടെ ഡെസിമേഷനാണ്. ആപ്പീസ് പൂട്ടിപ്പോയിട്ട് ഷിൻഡെയുടെ ശിവസേനയാണ് ശരിയായ ശിവസേന എന്നുള്ളത് ജനാംഗീകരിച്ചു തെളിയിച്ചു. അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ, ഈ ബാലാസാഹബ് താക്കറെ വേണമെങ്കിൽ മുഖ്യമന്ത്രി ആകാവുന്ന ആളാണ്. അങ്ങനെയല്ല, അദ്ദേഹം പുറകിലിരുന്നിട്ടാണല്ലോ കാശ് മേടിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ വീട്ടിലിരുന്ന് മാധോശ്രീയിൽ. അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നതിന് പകരം ഇവിടെ മക്കളെയൊക്കെ എടുത്ത് മന്ത്രിയാക്കുക, ഈ പരിപാടിയിലേക്ക് ഒക്കെ വന്നു ഈ ഉദ്ധവ് താക്കറെ പോലുള്ള ആളുകൾ. മാത്രമല്ല സാർ, ഈ താക്കറയെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഹിന്ദു ഹൃദയ സമ്രാട്ട് എന്ന് പറയുന്നത്, അദ്ദേഹം ഹിന്ദു എന്ന വികാരത്തിൽ നിന്ന് 1 ഇഞ്ച് വിട്ടുവീഴ്ച ചെയ്യില്ലായിരുന്നു. അതാണ് ഇത്തവണ ഞാൻ അതാണ് പറയാൻ വന്നത്. ശിവസേന എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ, അത് സത്യത്തിൽ BJPക്ക് മുമ്പേ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ആളാണ് താക്കറെ. എന്നിട്ട് ആ സാധനത്തിൽ നിന്ന് വിട്ടുപോയി ഉദ്ധവ് താക്കറെ. അതുകൊണ്ട് മുസ്ലിം കൂടാരങ്ങളിൽ പണയം വെച്ചു. അത് ഭയങ്കര മണ്ടത്തരായിപ്പോയി. അത് അങ്ങനെ തന്നെ വന്നിട്ട് ഇപ്പൊ ശരിക്കും വളരെ കീഴ്പോട്ട് പോയിരിക്കുകയാണ് ആ ശിവസേന, ഉദ്ധവിന്റെ ശിവസേന. വോട്ട് ശതമാനത്തിലൊക്കെ ഒരുപാട് കീഴ്പോട്ട് പോയി. അപ്പോൾ
ഇങ്ങനെയാണ് മഹാരാഷ്ട്ര പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ വിജയങ്ങളുണ്ട്. ഈ വിനോദ് താവഡയുടെ ഒരു കേസ് ചീള് കേസായിരുന്നു. ഈ മറ്റേ നീല ബാഗിന്റെ കഥ പറഞ്ഞ പോലെയായിരുന്നു. 5 കോടി രൂപ, ജനറൽ സെക്രട്ടറി 5 കോടി രൂപ 5 കോടി രൂപ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നോ വേറെ ഒരാളിൽ നിന്ന്, താവടയുടെ കയ്യിൽ നിന്നല്ല, 9 ലക്ഷം രൂപ കണ്ടെടുത്തു എന്ന് പറഞ്ഞത്. താവട കേസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ 100 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് ഇന്നലെ അയച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതൊരു ഗൗരവമുള്ള കേസായിട്ടാണ് വരിക. പിന്നെ മറ്റേ ബിറ്റ് കോയിൻ കുംഭകോണം, അങ്ങനെ കുംഭകോണത്തിൽപ്പെട്ട് ആയിരിക്കും ഇനി മറ്റേ അതിൻ്റെ കോൺഗ്രസ് മുന്നണിയുടെ ഇനിയുള്ള പാതാളത്തിലേക്കുള്ള പോക്ക്. ഏതായാലും ഈ നരേന്ദ്രമോദി പറഞ്ഞത് മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ആപ്ലിക്കബിൾ ആകുന്ന ഒരു മുദ്രാവാക്യമാണ്. ഹിന്ദു ഒന്നിച്ച് നിന്നില്ലെങ്കിൽ അപകടമാണ്, ഒന്നിച്ച് നിന്നാലേ സുരക്ഷിതത്വമുള്ളൂ. മഹാരാഷ്ട്ര അത് തിരിച്ചറിഞ്ഞു. എല്ലാവരും വന്നിട്ടുണ്ട്. OBC, ദളിത്, മറാത്ത, സവർണരുടെ പാർട്ടിയൊന്നും അല്ല, മാത്രമല്ല BJP എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ തെളിഞ്ഞു. ഇനി അതും പറഞ്ഞ് ഈ രാഹുൽ ഗാന്ധിയും കൂട്ടിനും നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഏതായാലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വലിയ ദിശാസൂചിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ സെറ്റ്ബാക്കൊക്കെ BJP പരിഹരിച്ചു. BJP അതിവേഗം ബഹുദൂരം കുതിക്കുകയാണ്. മാത്രമല്ല മോദിയും ഈ പാർലമെന്റ് സെഷനിൽ തന്നെ വകുപ്പ് ബില്ല് കൊണ്ടിരുന്ന ഉറപ്പാണ്. കാരണം ആ JPCയുടെ യോഗങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അത് അവസാനത്തെ യോഗമാണ്. 25 യോഗം കഴിഞ്ഞു. ഡ്രാഫ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ജഗദംബിക പാൽ പറഞ്ഞു. അതെ, ഇനി പാർലമെന്റിൽ കാണാം അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.